നമസ്കാരം. 1.5 വർഷത്തെ വിവാഹ ജീവിതത്തിലുടനീളം നിരന്തര പീഡനമേൽക്കേണ്ടി വന്ന വിഷ്ണുജ ഒടുവിൽ നൊമ്പര കാഴ്ചയായതിന്റെ വേദനയിലാണ് നാട്. മകളുടെ വേർപാടറിഞ്ഞതു മുതൽ കണ്ണീരോടെ കഴിയുകയാണ് അമ്മയും അച്ഛനും ബന്ധുക്കളും. ജോലിയില്ലെന്നും സൗന്ദര്യം കുറവാണെന്നും പറഞ്ഞുള്ള ഭർത്താവിന്റെ പീഡനം സഹിക്കാനാകാതെ ഭർത്തൃവീട്ടിൽ മരിച്ച വിഷ്ണുജ പൂക്കോട്ടുംപാടം മനിയിൽ പാലോളി വാസുദേവന്റെയും പത്മകുമാരിയുടെയും ഇളയ മകളാണ്. മഞ്ചേരി എളങ്കൂർ സ്വദേശി പ്രബിൻ നേരത്തെയും വിവാഹാലോചനയുമായി വന്നിരുന്നുവെങ്കിലും വിഷ്ണുജയ്ക്ക് ജോലിയില്ലാത്ത കാരണം പറഞ്ഞ് പിന്മാറിയിരുന്നു. പിന്നീട് വീണ്ടും വിവാഹാലോചനയുമായി വരികയായിരുന്നു. ബിരുദ പഠനം പൂർത്തിയാക്കിയ വിഷ്ണുജ HDSC കോഴ്സ് കഴിഞ്ഞ് PSC പരിശീലനത്തിലായിരുന്നു. പ്രതീക്ഷയുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച മകൾക്ക് ഭർത്തൃവീട്ടിൽ ഒരുപാട് മോശം അനുഭവങ്ങളുണ്ടായെങ്കിലും ജോലി കിട്ടുന്നതോടെ എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിച്ച് പിടിച്ചു നിൽക്കുകയായിരുന്നെന്ന് പിതാവ് വാസുദേവൻ പറഞ്ഞു. സ്ത്രീധനമായി ലഭിച്ച സ്വർണം പോരെന്ന് പറഞ്ഞ് ഭർത്താവ് പ്രബിൻ പലതവണ ഉപദ്രവിച്ചതായി മകൾ പറഞ്ഞിരുന്നു. എന്റെ ജോലി കണ്ട് കൂടെ വരേണ്ടെന്നും സ്വന്തം ജോലി കണ്ടുപിടിച്ച് സമ്പാദിക്കണമെന്നും ഭർത്താവ് പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ജോലിക്കായി അവൾ കഠിന പ്രയത്നം നടത്തി. സൗന്ദര്യം പോരെന്നും തടി കുറവാണെന്നും പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചു. ബൈക്കിൽ കൂടെ കൊണ്ടുപോകാറില്ലായിരുന്നു. ശാരീരിക പീഡനവും ഏറ്റിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായെങ്കിലും വിഷ്ണുജ സ്വന്തം വീട്ടിൽ വന്ന് താമസിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ വീട്ടുകാർ ഇടപെടേണ്ട, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് മകൾ ആശ്വസിപ്പിക്കാറായിരുന്നു പതിവ്. തന്റെ 3 പെൺമക്കളിൽ ഏത് പ്രശ്നത്തിലും ഇടപെട്ട് പരിഹരിക്കാൻ മിടുക്കിയായിരുന്നു വിഷ്ണുജ എന്ന് വാസുദേവൻ പറഞ്ഞു. ഭർത്തൃമാതാവും മറ്റു ബന്ധുക്കളും പ്രബിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. മരണവിവരം എന്റെ മകളെയാണ് ആദ്യം അറിയിച്ചത്. ഞാൻ ഭർത്തൃവീട്ടിലെത്തിയപ്പോൾ അകത്ത് ജനലിൽ ചാരിക്കിടക്കുന്ന നിലയിലാണ് വിഷ്ണുജയെ കണ്ടത്. ഇതിൽ ദുരൂഹതയുണ്ട്. പ്രബിന് മറ്റ് സ്ത്രീകളുമായി വഴിവിട്ട ബന്ധമുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പോലീസിൽ വിശ്വാസമുണ്ടെന്നും അർഹമായ ശിക്ഷ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും വാസുദേവൻ പറഞ്ഞു. പ്രബിനെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇനിയൊരു രക്ഷിതാവിനും ഇത്തരം അനുഭവം ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാൻ ജസ്റ്റിസ് ഫോർ വിഷ്ണുജ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടുകാർ. ദൃശ്യ, ദിവ്യ എന്നിവരാണ് വാസുദേവന്റെ മറ്റു മക്കൾ.